ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ ഷെയർ ചെയ്യുന്ന ഫസ്റ്റ് ടോപ്പിക് ബ്ലോക്ക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് സ്ട്രക്ചർ, അതിലുള്ള കോമ്പോണൻറ്റ്സ്, അതൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ IO ആൻഡ് പ്രോസസ്സർ അത് ഷെയർ ആക്കാം. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ അതിൻ്റെ ബ്ലോക്ക് സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും. ഒരു ഇൻപുട്ട് ഡിവൈസ് കാണും. ഇൻപുട്ട് ഡിവൈസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നേരെ CPU-ലോട്ടാണ് പോകുന്നത്. ഇനി CPU-ൽ 3 കോമ്പോണൻറ്റ്സ് ആണ് ഉള്ളത്. കൺട്രോൾ യൂണിറ്റ്, ALU, മെമ്മറി യൂണിറ്റ്. ഇങ്ങനെ CPU-ൽ 3 കോമ്പോണൻറ്റ്സ് ഉണ്ട്. ആൻഡ് അതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് നമുക്ക് നേരെ പോകുന്നത് ഔട്ട്പുട്ട് യൂണിറ്റിലോട്ടായിരിക്കും. അപ്പോൾ 1 by 1 നോക്കാം. ഫസ്റ്റ് വൺ ഇൻപുട്ട് യൂണിറ്റാണ്. ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ യൂസേഴ്സ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻപുട്ട് യൂണിറ്റ് വഴി നമുക്ക് ഡേറ്റാസ്, ഇൻസ്ട്രക്ഷൻ ഇതെല്ലാം കൊടുക്കാൻ പറ്റും. ആൻഡ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റിലായിരിക്കുമല്ലോ, പക്ഷേ കമ്പ്യൂട്ടേഴ്സിന് അത് മനസ്സിലാവത്തില്ല. അപ്പോൾ അതിനെ കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യും ഈ ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് കൺവേർട്ട്സ് ഹ്യൂമൻ റീഡബിൾ ഡേറ്റ ഇൻറ്റു മെഷീൻ റീഡബിൾ ഫോം, അതായത് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ കൊടുത്ത ഇൻപുട്ടിനെ മെമ്മറിയിലോട്ട് കൊടുക്കും ഫോർ പ്രോസസ്സിങ്. മെമ്മറി ഉള്ളത് CPU അതിൻ്റെ അകത്താണ്. ഇനി ഈ മെമ്മറി എടുക്കുമ്പോൾ മെമ്മറി 2 ടൈപ്പാണുള്ളത്. മെമ്മറി ഹൈറാർക്കി, ഇതൊക്കെ ഓൾറെഡി ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. അതിൻ്റെ അത് കമ്പ്യൂട്ടർ ബേസിക്സിലാണ് വരുന്നത്. മെമ്മറി 2 ടൈപ്പാണുള്ളത്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറിയിൽ RAM, ROM, ക്യാഷ് മെമ്മറി, രജിസ്റ്റേഴ്സ് ഇതൊക്കെ വരും. പ്രൈമറി മെമ്മറിയിൽ നമുക്ക് ടെമ്പററിയിലി സ്റ്റോർ ചെയ്യാൻ പറ്റും, പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡറിയിൽ നമുക്ക് പെർമനൻ്റ്ലി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനിയുള്ളതാണ് CPU. CPUവിൻ്റെ ഫുൾ ഫോമാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPUവിനെ നമ്മൾ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ എന്നും പറയും. CPUവിലാണ് എല്ലാ പ്രോസസ്സിങ്സും നടക്കുന്നത്. നമ്മളെടുത്ത ഇൻപുട്ട് നേരെ പോകുന്നത് മെമ്മറി യൂണിറ്റിലായിരിക്കും. ആൻഡ് അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെയാണോ പെർഫോം ചെയ്യേണ്ടത് ഓപ്പറേഷൻസ്, അത് ബേസ് ചെയ്ത് കൺട്രോൾ യൂണിറ്റിലോട്ടും ALU-ലോട്ടും പോകും. ഇനി ALU-യുടെ ഫുൾ ഫോമാണ് അരിത്മെറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ഇതിലാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും എല്ലാം നടക്കുന്നത്. അരിത്മെറ്റിക് ഓപ്പറേഷൻസിൽ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതെല്ലാം വരും. ആൻഡ് ലോജിക്കലിൽ ഓർ, നോട്ട്, XOR ഇതൊക്കെ ലോജിക്കൽ ഓപ്പറേഷൻസിൽ വരും. അപ്പോൾ ഇങ്ങനെ അരിത്മെറ്റിക്, ലോജിക്കൽ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്നത് ഈ ALU, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അതിൻ്റെ അകത്താണ്. ഇനിയുള്ളതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റാണ് ഈ മൊത്ത സിസ്റ്റത്തിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ ആദ്യം ഇത് ഇൻസ്ട്രക്ഷൻസിനെ ഫിക്സ് ചെയ്യും മെമ്മറിയിൽ നിന്ന്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് മെമ്മറിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫ്രം ദ മെമ്മറി ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്തെടുക്കും. എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻസിൽ എന്താണുള്ളത് എന്ന് ഡീകോഡ് ചെയ്തെടുത്തിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ആ റിസൾട്ടിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റിൽ കൊടുത്തിട്ട് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. ആൻഡ് ഇതാണ് ഫ്ലോ ഓഫ് ഡേറ്റ ബിറ്റ്വീൻ CPU, മെമ്മറി ആൻഡ് IO ഇതിനെ ഡയറക്റ്റ് ചെയ്യുന്നത്. ഇനി ഈ CPU വർക്ക് ചെയ്യുന്നത് ഒരു സൈക്കിളിലാണ്. ആ സൈക്കിളിൻ്റെ പേരാണ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ. ഇതെന്താണെന്ന് നോക്കാം. ഇനി ഇതിലുള്ള നെക്സ്റ്റ് കോമ്പോണൻ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ്. ഔട്ട്പുട്ട് യൂണിറ്റ് നമുക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്ത റിസൾട്ടിനെ യൂസറിന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഔട്ട്പുട്ട് യൂണിറ്റിലുള്ള റിസൾട്ട് മെഷീൻ റീഡബിൾ ഫോമാറ്റിലായിരിക്കും, അത് ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റ് അല്ല. അപ്പോൾ ഈ ഔട്ട്പുട്ട് യൂണിറ്റാണ് ഈ മെഷീൻ റീഡബിൾ ഫോമാറ്റിനെ ഹ്യൂമൻ റീഡബിൾ ഫോമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ റിസൾട്ടിന് ഔട്ട്സൈഡ് ദി സിസ്റ്റം കൊടുക്കും. ഇനി ഇതിൽ നോക്കുമ്പോൾ ഡേറ്റ എപ്പോഴും ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ട് ഇങ്ങനത്തെ ഒരു ഇതിലേ ഫ്ലോ ആവത്തുള്ളൂ. ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലോട്ട് ഡേറ്റ പോകത്തില്ല. ഡേറ്റ ഫ്ലോ എപ്പോഴും ഫ്രം ഇൻപുട്ട് ടു പ്രോസസ്സർ ടു ഔട്ട്പുട്ട് ഇങ്ങനെയായിരിക്കും. ഇനിയുള്ളതാണ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ ഇതിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നും പറയും. CPU എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് എന്ന് പറയുന്ന 3 സ്റ്റെപ്സ് വെച്ചിട്ടാണ്. അതാണ് ഇതിൻ്റെ പേര് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് സൈക്കിൾ. ഫസ്റ്റ് വൺ ഫെച്ച്. ഫെച്ച് എന്ന് പറയുമ്പോൾ കൺട്രോൾ യൂണിറ്റ് മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്തെടുക്കും. മെമ്മറിയിലുള്ള ഇൻസ്ട്രക്ഷൻസിനെ കൺട്രോൾ യൂണിറ്റ് എടുക്കും, അതാണ് ഫെച്ച്. ആൻഡ് ഈ ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻസിനെ IR-ലോട്ട് സ്റ്റോർ ചെയ്യും. IR ഇസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അതിലാണ് നമ്മൾ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഫെച്ചിൽ ഇത്രയും നടക്കുന്നുള്ളൂ. നമ്മൾ മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യും, എന്നിട്ട് ആ ഇൻസ്ട്രക്ഷൻസിനെ IR-ലോട്ട് സ്റ്റോർ ചെയ്യും. ഇനിയുള്ളത് ഡീകോഡ്. നമ്മൾ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനില്ലേ, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അതിലെന്താണ് പറയുന്നതെന്ന് ഡീകോഡ് ചെയ്തെടുക്കും, അതാണ് ഡീകോഡ്.
ഡീകോഡിൽ നമ്മൾ ഏത് ആക്ഷനാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനിയുള്ളത് എക്സിക്യൂട്ടിൽ നമ്മൾ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷനിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അത് ചെയ്യും. ഇതിൽ നമുക്ക് ഒന്ന് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഡേറ്റാസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫ്രം വൺ ഇൻസ്ട്രക്ഷൻ ടു വേറെ ഇൻസ്ട്രക്ഷൻ ജമ്പ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ കുറേ ടാസ്ക് ഉണ്ട്. അപ്പോൾ എക്സിക്യൂട്ടിൽ നമ്മൾ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്യും. ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട്. അടുത്തടുത്ത ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും അൺടിൽ ദ പ്രോഗ്രാം എൻഡ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫെച്ച്, ഡീകോഡ് സൈക്കിളും ബ്ലോക്ക് സ്ട്രക്ചർ ഓഫ് കമ്പ്യൂട്ടറും. അടുത്ത വീഡിയോയിൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ്സർ ആൻഡ് IO ഡിവൈസസ് ആൻഡ് ഇറ്റ്സ് ടൈപ്സ് ഷെയർ ചെയ്യാം. താങ്ക് യു.